കാണിക്കുന്ന കണ്ടോ ഐറ്റംസ് നോക്ക്. അത് നമ്മൾ ഉണ്ടാക്കി വരുമ്പോ നിർവ്വാണമാവും. ഹലോ, എന്തു ചെയ്യുവാ? മൃദുലേ ഒന്ന് തുറന്നു നോക്ക് കേട്ടോ, സാധനം കുറച്ചു നേരമായി വെച്ചിട്ട്. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് നമുക്കൊരു കുട്ടി ഷോർട്ട് ഷൂട്ട് ഉണ്ട് കേട്ടോ. ഇതേ എൻ്റെ കോസ്റ്റ്യൂം എങ്ങനെ ഉണ്ട് ഗൈസ്? ഗൈസ് അല്ലേ, ഇതെനിക്ക് അമ്മ ബർത്ത്ഡേക്ക് എടുത്ത് തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാ. ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് കൊള്ളാം. അതുപോലെ ഇവിടെ നമുക്കൊരു ചെറിയൊരു പൂ, റോസാപ്പൂ അല്ലേ, ആ റോസാപ്പൂവിന്റെ പാറ്റേണെ കൊണ്ട് ഇത് ന്യൂ ഇയറിന്റെ ആണ്. അമ്പൂട്ടിന് ഇതാണ് ഐ ലവ് ഡാഡ്. അവളിങ്ങനെ ഒരുങ്ങുമ്പം അവ ഇങ്ങനെ ഓരോ സാധനം എടുത്ത്. അപ്പൊ ഗൈസ് നമുക്ക് ഇറങ്ങാം. ഇപ്പൊ സമയം തന്നെ 11 മണി 12 മണി ആയിട്ടുണ്ട് കേട്ടോ. 11 മണി ആയിട്ടുണ്ട്, 11 മണി കഴിഞ്ഞ്. ഗൈസ് അപ്പൊ നമ്മളെ കൊല്ലത്തിലേക്കുള്ള യാത്രയാണ് സുഹൃത്തുക്കളെ. കൊല്ലത്ത് റോഡൊക്കെ അടിപൊളിയാക്കി. എന്താ വേണം അല്ലേ, കൊറേ റോഡ് നല്ലതാക്കി കേട്ടോ. കൊറേ നാളായി സൈഡിലോട്ട് ഇറങ്ങിയിട്ട്. നമ്മൾ ഗിഫ്റ്റ് കുറച്ച് ആൾക്കാർക്ക് അവള് റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ന്യൂ ഇയർ ഗിഫ്റ്റ്. അപ്പം അതിൽ ഒരാൾ വിൻ ചെയ്തായിരുന്നു. അപ്പൊ അവർക്ക് കൊടുക്കാൻ വേണ്ടി കൊറിയർ അയക്കാൻ സ്പെഷ്യൽ ഗിഫ്റ്റും കൂടെ ആണോ? അമ്മക്ക് അപ്പോഴത്തേക്ക് സ്റ്റിയറിംഗ് തിരിക്കാം. അവള് വണ്ടിന്ന് ഇറങ്ങിയ വിഷയമാണ് ഗൈസ്. എടാ ഇപ്പം വരുവടാ. ചെറുക്കനെ മുടി കണ്ട ഗൈസ്, എന്തെങ്കിലും ചെയ്യണം അല്ലേ? ഒന്നീ മുട്ട അടിക്കെങ്കിൽ താല്പര്യമില്ല. നമുക്കൊരു പുതിയ ഹെയർ സ്റ്റൈൽ വിട്ടാലോ പോകും. നമ്മളിങ്ങനെ യാത്രയൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ ഷൂട്ടിനൊക്കെ പോകുമ്പോഴും അമ്പൂട്ടന്റെ മിക്കപ്പോഴും ഉള്ള ഫുഡ് ആപ്പിളായിരിക്കും. ആപ്പിൾ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ സ്പൂണിനകത്ത് ഇങ്ങനെ ചുരണ്ടി കൊടുക്കും. ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇപ്പൊ വേവിച്ചു കൊടുക്കുന്ന ഇഷ്ടമല്ല, ഇങ്ങനെ പച്ചക്ക് റോ ആയിട്ട് കൊടുക്കുന്ന ഇഷ്ടം. ചിലർ പറയാം അത് വേവിച്ചു കഴിഞ്ഞാൽ അതിന്റെ വൈറ്റമിൻസ് ഒക്കെ പോകും. ആപ്പിൾ ഇങ്ങനെ തൊലി കഴിക്കാതിരുന്നാ പോരെ, പുറത്തെ തൊലി നീ തിന്നൂല്ലേ? പക്ഷെ ചില ആപ്പിളില് വാക്സ് ഇല്ലാത്ത ആപ്പിൾ ഉണ്ട് കേട്ടോ. വില കൂടുതലാ ഇപ്പൊ നല്ല 1 കിലോ ആപ്പിള് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആപ്പിൾ വാങ്ങണമെങ്കിൽ ഒരു 300 രൂപ പ്ലസ് കൊടുക്കണം അല്ലേ? എങ്ങനെയുണ്ടോ റോഡ് ഗൈസ്? അടിപൊളിയായിട്ടോ. നമ്മൾ ഈ സൈഡ് വന്നിട്ട് കുറെ നാളായി. നമ്മൾ ഇവിടുന്ന് കൊല്ലം അങ്ങ് പോണം, നമുക്ക് അയത്തില് പോണം. അപ്പം നല്ല റോഡാണ് ഗൈസ്, അടിപൊളി റോഡാണ് കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെ നമ്മള് ടോളിന്റെ ബൂത്ത് പണിഞ്ഞു കേട്ടോ, 2 എണ്ണം. ടോളിന്റെ ബൂത്ത് 2 എണ്ണം പണിഞ്ഞിട്ടുണ്ട്. ഇനി പലയിടത്തും ഈ വര ഇട്ടിട്ടില്ല, ലൈൻ ഇട്ടിട്ടില്ല. ലൈനും അതുപോലെ തന്നെ ഈ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ടോൾ വാങ്ങിച്ചു തുടങ്ങും. പൊളിഞ്ഞങ്ങ് വീടായിരുന്നാ മതി പലയിടത്തും. ഈ സൈഡ് എവിടെ കണ്ടാ അന്ന് കൊല്ലത്ത് കൊട്ടിയ സൈഡിലാണ് പൊളിഞ്ഞു വീണത്. അതേപോലെ ഒന്നും ഉണ്ടാവാതിരുന്നാ നല്ലത് ഗൈസ്. അല്ലാണ്ട് റോഡ് അടിപൊളിയായിട്ടോ. അതുകൊണ്ട് ഇപ്പൊ ട്രാഫിക്കും ഇല്ല. എനിക്ക് എന്താ നമ്മളെ മറ്റേ ബാംഗ്ലൂർ റോഡ് പോകുന്ന ഒരു ഫീൽ ഇടുന്നുണ്ട്. പിന്നെ നല്ല വീതിയല്ലേ റോഡിന്. ഇതേ കണക്ക് ആണെങ്കിൽ അടിപൊളിയാണ്. എനിവേ നമ്മുടെ കൊല്ലം ടു ഇനിയിപ്പോ ഇതുവഴി ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ മറ്റേ വഴിയുള്ള റോഡിന്റെ ആ ഒരു തിരക്ക് കുറയും കഴിയും. നമ്മള് കൊട്ടാരക്കര ആ റൂട്ടല്ലേ നമ്മൾ ഇപ്പൊ എല്ലാവരും എറണാകുളം പോകുന്ന ഇഷ്ടം പോലെ സോഫാസ് ഉണ്ട് കേട്ടോ. സോഫയുടെ മെയിൻ സെലക്ഷൻ അതാ, കളർഫുൾ സാധനങ്ങൾ. പിന്നെ അമ്പുവിനെ നമ്മൾ ഷൂട്ടിൽ മാനേജ് ചെയ്യുന്നത് കണ്ടോ എങ്ങനെയാന്ന് കാണിക്കുന്ന കണ്ടോ. ഭയങ്കര കുരുത്തക്കേട് ഗൈസ്. ഇവിടുത്തെ മോലാളി നമ്മളെ പിടിച്ച് പുറത്ത് കളി. ഭയങ്കര ഡാൻസ് കംപ്ലീറ്റ് ചെയ്യട്ടെ. എനിക്ക് ഈ സോഫ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കളർഫുൾ സാധനം. ദേ ഇപ്പോഴാണ് ആ ചേച്ചിമാരെടുത്താൻ പോയത്. ഇത്തിരി മുമ്പേ പോയിരുന്നെങ്കിൽ അമ്പു ഉറങ്ങിയാടി ഇല്ലേ? കിടന്ന് ഗൈസ്. അയ്യോടാ അമ്പു ചാച്ചി. ഞാൻ ആദ്യമായിട്ട് അമ്പു വേറൊരു അടുത്ത് ഇങ്ങനെ കിടക്കുന്ന കാണുന്നത് ഗൈസ്. ഇന്നത്തെ ദിവസം ഇപ്പോഴാണ് ഒന്നും കഴിക്കുന്നത് ഗൈസ്. ഹോട്ടാൻസ് ഇന്ന് ഫാസ്റ്റിംഗ് ആയിരുന്നു. ഫാസ്റ്റിംഗ് ഇല്ല മൃദുലേ? അമ്പു തന്നെ തലേ കൈ വെക്കുന്നത് ഗൈസ്. ഇപ്പം എൻ്റെ കൂടെ ചേർന്ന് സൂപ്പ് കുടിക്കാത്ത മൃദുല സൂപ്പ് കുടിച്ചു തുടങ്ങി. ഇപ്പൊ എവിടെ പോയാലും സൂപ്പ് കുടിക്കും. ഞാൻ ഇത് തോന്നുന്നു പുളിപ്പുണ്ട്. എരിയാടാ, എരിയുണ്ട് അത്യാവശ്യം. നീ കുടിച്ചിട്ട് കൊടുക്കട്ടോ, മിക്കവാറും വെച്ചേക്കൂല. എരിയുണ്ട്. നീ കാര്യം അതിൽ നിന്ന് ചിക്കൻ എടുത്തിട്ട് പക്ഷെ കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ എവിടെ കയറിയാലും ഇപ്പോൾ ഹോട്ട് ആൻഡ് സോർ പറയും. കുടിച്ച്
ഇഷ്ടം. പാരഗണിലാണോ? പാരഗണിൽ ബെസ്റ്റാണ്. പാരഗണിൻ്റെ അത്ര ഒന്നുമില്ല, കുഴപ്പമില്ല. ഇത് നല്ല ഷൂട്ടാണ്. അമ്പു സഹകരിച്ച്, അമ്പു നന്ദിയുണ്ട്. അത് ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ മിണ്ടാതിരുന്നു സത്യം. നമ്മളൊരു ഷവായി പറഞ്ഞു കേട്ടോ. ഷവായി പറഞ്ഞു, ഒരു പെപ്പർ ചിക്കൻ പറഞ്ഞു, ഒരു ഫ്രൈഡ് റൈസ് പറഞ്ഞു. ഇവിടുത്തെ സൂപ്പർ ഷവായാണ് ഇത്. സൂപ്പർ കറി കേട്ടോ. ഇതിലെ പിന്നെ ഫ്രൈഡ് റൈസ് അത്ര അങ്ങോട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കഴിച്ചു വരാം. അമ്പൂട്ടൻ അത് ഇപ്പൊ നിരക്കി തുടങ്ങി കഴിച്ചത്. അയ്യോ 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 പേടിയാവുന്ന. അടിപൊളിയാട്ടാ. ഞാനേ ഇന്ന് രാവിലെ അവനെടുത്ത് കൊടുത്തപ്പോ നടന്നില്ല. ഉയ്യോ ഉയ്യോ സ്പീഡ് സ്പീഡ്. തന്നെ എഴുന്നേറ്റ് നിന്ന് നടക്കുന്നു. സന്തോഷം. അയ്യോ 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 സന്തോഷം. ഇഷ്ടപ്പെട്ടു. രാവിലെ ഞാൻ വെച്ചു കൊടുത്തപ്പോഴേ പേടിയായിരുന്നു. അതെന്തായാലും അടിപൊളിയാട്ടോ. ബാലൻസ് ചെയ്യുന്നുണ്ട്. വാക്കർ കൊടുക്കൂടല്ലേ? വാക്കർ. പക്ഷെ എല്ലാരും പറയണത്, നമ്മൾ ആരൊക്കെ പറയുന്നതായിട്ട് കഴിഞ്ഞ വട്ടം കുഞ്ഞിനെ പിടിച്ച് നടത്തിപ്പിച്ച വാക്കർ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. അത് വാക്കറും അറിയാം, ഡോക്ടർമാരെ പോലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം അതല്ലല്ലോ വർക്ക് ചെയ്യുന്നത്, വീലല്ലേ വർക്ക് ചെയ്യുന്നത്. ഇതവൻ പ്രഷർ കൊടുത്ത് നടക്കുന്നുണ്ടല്ലേ നീങ്ങുന്നേ. അതുപോലെ അവൻ ബാലൻസ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. മിടുക്കൻ. ഇത് ഇത്രയും നാള് വാങ്ങിച്ചോണ്ട് വെച്ചിട്ട് ഇപ്പോഴാണ് ഉപയോഗപ്പെട്ടത് അല്ലേ? എഴുതി കൊടുക്കാം. ഇപ്പൊ കളിയായി ഗൈസ്. മിടുക്കൻ. അപ്പം ഗൈസ് നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ. അയ്യോ എഡിറ്റിങ്ങിലാണ് ഗൈസ്. എഡിറ്റിങ് ഇതിലെ ക്ലീനിങ്. ഞാൻ ബാക്കി കൂടെ എഡിറ്റ് ചെയ്യട്ടെ, തീർക്കട്ടെ. ഹാപ്പിയായി. ഞാൻ ഹാപ്പി. നമ്മള് ഇന്ന് ഫിഷ് നിർവാണം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അത് നമ്മൾ ഉണ്ടാക്കി വരുമ്പോ നിർവാണമാവും. സോറി, നിർവാണ. നടക്കാൻ മുട്ടിലഴയുന്നത്. ആരാ മുട്ടിലഴയത്? എഴുന്നേറ്റ് നടക്കടാ അമ്പു. നടക്കുവാണ് ചെയ്യേണ്ടത്. എഴുന്നേറ്റ് നിക്കടാ. ഓ ഇടിച്ച് ഇടിച്ച് ഇടിച്ച്. എനിക്ക് ചെറുക്കം ഇങ്ങനെ നടക്കുമ്പോ പേടിയാണ്. ഗൈസ് നമ്മൾ നല്ല അടിപൊളി ആവോലി വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഇതാണ്ടേ നല്ല കിടിലം ആവോലി. നമ്മൾ സത്യത്തിൽ ഈ ഫിഷ് നിർവാണ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മീൻ മുഴുവനായിട്ടാണ് എടുക്കേണ്ടത്. ഞാൻ മുറിച്ച് വാങ്ങിച്ചോണ്ട് വന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെക്കും. ഇങ്ങനെ വെക്കാമല്ലോ. ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ചുകൂടി മസാല പിടിക്കും. മറ്റേത് കാണാൻ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. അപ്പൊ എന്തായാലും നമ്മൾ നല്ല കപ്പയും നല്ല ചെമ്പാവരി ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. പാവയ്ക്ക തോരൻ റെഡിയായോ? പാവയ്ക്ക തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫിഷ് നിർവാണക്കുള്ള ഇല എനിക്ക് അറിയത്തില്ല ഗൈസ്. ഈ ഒരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ പല ഇതിങ്ങനെ എല്ലായിരിക്കും ഫിഷ് നിർവാണ. അപ്പം ഇത് നമ്മളെ സ്റ്റൈൽ ഓഫ് ഫിഷ് നിർവാണയാണ്. എന്തെങ്കിലും റെസിപ്പീസിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. ഇവിടെ ഒരുത്തന്നെ ഇവിടുത്തെ കെട്ടി റിംഗ് ലൈറ്റും കൊടുത്ത് കയ്യിരിപ്പുണ്ട്. ചോട് നല്ല നിർവാണ കുട്ടി ചോച്ചി തിന്നിട്ട് ഓടുക. മീൻ വരട്ടാം, മുളക് പൊടി ഇത്രയും മീനോട് ഇത്രയും പോരെ. മഞ്ഞൾപ്പൊടി, മഞ്ഞൾ തൂൾ. ആദ്യം നമ്മളിത് ഫ്രൈ ചെയ്യും മീൻ ചെറുതായിട്ട്. ഫുൾ ഫ്രൈ ചെയ്യില്ല, ചെറുതായിട്ട്. ഇനി അതെന്തിനാന്നറിയാം ഫ്രൈ ചെയ്യുന്നേ? പൊടിഞ്ഞു പോയിരിക്കാൻ വേണ്ടി. നമ്മൾ ഫ്രൈയിങ് പീസായിട്ട് കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നാരങ്ങ നീര് ഗൈസ്, ലേശം നാരങ്ങ നീര്, വെർജിൻ കോക്കനട്ട് ഓയിൽ. ഇനി എന്താന്ന് വെച്ചാ നമ്മള് കറിവേപ്പില അരിഞ്ഞിടണം.
പിച്ചിട്ടാലേ മതി. ഇവിടെ ഒരാള് ചോറ് കഴിക്കും കേട്ടോ. ചോറ് പാതിയും താഴെ പോയി. എന്നാലും കുഴപ്പമില്ല, 10 പറ്റാത്ത ചോറി കളിക്കുവോ? തലേല് വരെ ചോറ് അടക്കിയിരുത്ത അതൊക്കെ ഉള്ളു മാർഗം. മീന്റെ പേര് മറന്നുപോയല്ലേ? ആലവ. ആരവോ? മീന് മൃദുല പേരൊക്കെ ഇട്ട ആരവെന്ന്. ആവോലിയില് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് പേരട്ടണം. എല്ലാ മീനും കൂടി എടുത്തു. അതായാലും അതന്നെയാ ഞാൻ വന്നേ. ഇതാ എളുപ്പം പരിപാടി. വേറൊരു മണം കേട്ടോ. നിങ്ങള് ഫിഷ് നിർവാണ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? അതെ, ഏട്ടനല്ലേ ഉണ്ടാക്കുന്നേ? നീ ഉണ്ടാക്കണം. നമുക്ക് രണ്ടും കൂടെ ഉണ്ടാക്കാടി. ഇതാകുമ്പോ കുഴപ്പമില്ലല്ലോ, ഒരാളെ കുറ്റം പറയണ്ടല്ലോ. അല്ല, അപ്പൊ ഇത് ഞാനല്ലേ ചെയ്തേ. അപ്പൊ ഇനി നിർവാണ ഏട്ടൻ ചെയ്യും. ഹലോ, എന്തു ചെയ്യുവാ? ചോറി കളിക്കൂ ഞങ്ങള്. നമ്മൾ അന്നൊരു ഗിഫ്റ്റിന്റെ ഒരു വീഡിയോ കണ്ടപ്പോ നിങ്ങൾ വീട് ഒട്ടും ഓർഗനൈസ്ഡ് അല്ലല്ലോ. പിള്ളേരുള്ള വീടൊക്കെ ഇങ്ങനെയാണ് ഏതാണ്ടൊക്കെ. നമ്മൾ അടുക്കി പറക്കി ഒരു സൈഡിൽ നിന്ന് വെക്കുമ്പം ഒരു സൈഡിൽ നിന്ന് അത് ഇങ്ങനെ അലമ്പി വാരിക്കൊണ്ടിരിക്കും ഇല്ലേ? അപ്പൊ ഇച്ചിരി കൂടെ ആവുമ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ ആണെങ്കിൽ ഒരു സാധനം, ഇപ്പൊ എന്റെ ലാപ്ടോപ്പ് പോലും എനിക്ക് നേരാമന്നം എന്റെ ടേബിളിന്റെ മണ്ടേ വെക്കാൻ പറ്റത്തില്ല, അടുക്കി പറക്കി വെക്കാൻ പറ്റില്ല. കാരണം ഏവൻ വന്നിരുന്ന അലമ്പും. ഈ ഗാഡ്ജറ്റ് ഒക്കെ അവനും ഇഷ്ടമാണ്. അവനും ഞാൻ ചെയ്യുന്നതൊക്കെ അവനും കാണണം, അതിൽ അളുമ്പണം. അതുകൊണ്ടാണ് പ്രോപ്പർ ആയിട്ട് ഒരു സാധനങ്ങൾ നമ്മളിവിടെ വെക്കാത്തത്. എന്നാലും മാക്സിമം അടക്കി വേറെ ആരും ഇല്ലല്ലോ. നമ്മുടെ കപ്പ ദേ ഇവിടെ തിളച്ച് നല്ല അടിപൊളിയായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിലെ നല്ല ഉടയണം എനിക്ക് ഹോട്ടലിലെ കണക്ക് കേട്ടോ. ഉടച്ച് കിടിലമായിരിക്കണം. പിന്നെ പാതി ഉണ്ടെങ്കിൽ പാതി ചീനിയുടെ നല്ല വേവുന്ന ചീനിയാണെങ്കിൽ അതുപോലെ ഇരിക്കും. എത്ര വേവിച്ചാലും ചില വേവാത്ത ചീനിയുണ്ടല്ലോ, അതിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ നേരെ പാനിലോട്ട് ഊറ്റി. മതി. അവിടെ എന്ത് വേട്ടാ, എനിക്ക് കാണാൻ വയ്യ. അവിടെ ചോറെല്ലാം തട്ടിക്കളഞ്ഞിട്ട് കാണണ്ട എനിക്ക്. അവിടെ വേറെ പ്ലേയിലായി. നിന്നെ ഞാൻ അവളെ കുളിപ്പിച്ചാനോ? ഇത് ഞാൻ തുടച്ചാനോ? ഫ്രൈ ചെയ്യാൻ നമ്മളിങ്ങോട്ട് വെക്കുവാണ്. സത്തം അടിപൊളി സത്തം. അടുത്തതൊരു നമ്മുടെ മീൻ ഇനി കുറച്ചൊന്ന് ഫ്രൈ ആയാൽ മതി. എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഒറ്റൊന്ന് സെറ്റ് ചെയ്താൽ മതി. അടച്ചൊന്നും വെക്കണ്ട, അതുകൊണ്ട് തിരിയുന്നില്ല കൈ. ഞാൻ അവനെ വഴക്ക് പറഞ്ഞു വിചാരിച്ചേട്ടോ. എടാ അമ്മ നിന്നെ വഴക്ക് പറഞ്ഞല്ല, അമ്മ മീനെ വഴക്ക് പറഞ്ഞതാ. ഇപ്പം മൃദുല സ്കില്ല് പഠിച്ചു. ചിരിക്കില്ലേ? ഒരു കയ്യിൽ ക്യാമറ, ഒരു കയ്യിൽ ഈ മുതുക്കൻ. രണ്ടും കൂടി എങ്ങനെ ഹാൻഡിൽ ചെയ്യും? നിങ്ങളൊന്ന് പറ. രണ്ടും കൂടി ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? എന്റെ സങ്കടം ആരും കാണുന്നില്ലേ? നിർവാഹമില്ല. കപ്പ റീപ്ലേസ് ആക്കിയോ? വേറെ സാധനത്തിലോട്ട് ആക്കിയോ? ഇങ്ങനെയൊക്കെയാണോ ഉദ്ദേശിച്ചേ? ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചത്. പിന്നെന്താ ഒരു തൃപ്തിയില്ലാത്ത? അല്ല സെറ്റായി. കഴിച്ചു നോക്ക്. ലാസ്റ്റ് കഴിക്കാം. കപ്പ പിന്നെ ടേസ്റ്റ് ചെയ്യാം. ചൂടാക്കിയോ? ഇത് സത്യത്തിൽ ഭയങ്കര സിമ്പിൾ ഉള്ളൊരു പരിപാടിയാ. 5 മിനിറ്റ് മതി. 5 മിനിറ്റ് മതി. അങ്ങനെ കീറണോ? ഇങ്ങനെ കീറാം. നീ എങ്ങനെ ഉദ്ദേശിച്ചു? പിന്നെ ഇങ്ങനെ ഇരിക്കോ? ഫുൾ ആയിട്ട് അങ്ങനെ ഇരിക്കത്തില്ല. ആദ്യം അവർ 2 ലെയർ വെക്കുന്നു. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്താലോ? ഇങ്ങനെ കട്ട് ശരിയാവോ? അല്ല, ഏട്ടൻ ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്യും. ആ നടുക്കത്തെ സാധനം അപ്പം എടുത്ത് കളയാലോ. തറയപ്പോ ഇല്ല, കയ്യില് പറക്കി വെക്കാന്നേ ഉള്ളൂ. ചൂടില്ലല്ലോ. ചൂടില്ല. സ്ട്രൈറ്റ് ഇരിക്കട്ടെ കൈ. അങ്ങനെ വെക്കട്ടെ. ഈ മീൻ ഭയങ്കര സോഫ്റ്റ് കേട്ടോ. എനിക്ക് എടുക്കുമ്പോ തന്നെ കയ്യില്. ഇനി അടുത്ത പരിപാടി എന്താണ്? ഇനി തേങ്ങാപ്പാൽ ഒഴിക്കുക. മൃദുല പറഞ്ഞു തരണോ? ഈ തേങ്ങാപ്പാലോടെ കപ്പില് കരിവേപ്പിലയുടെ കപ്പില്. ഇത് 1ാം പാലല്ലേടാ? മൊത്തം പാലാ. മൊത്തം പാലാണ്. 1ാം പാലാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് 1ാം പാൽ ഒഴിക്കുവാണ് കേട്ടോ. മൊത്തം ഒഴിച്ചോ? അത് മൊത്തം ഒഴിച്ചോ? ഇത്രയും വേണോ? ഇത് ഒരുപാടായി. ഇത് ഇത്രേ ഉള്ളൂ. അത് അപ്പം ഉണ്ടാക്കാൻ വെച്ചാൽ ഒഴിക്കണ്ട. ഓക്കെ. കുറച്ച് പച്ചമുളക് ആൻഡ് ഇഞ്ചി മൃദുല അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും ഇങ്ങനെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു കരിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരു കരിവേപ്പില നമുക്കിത് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇതില് കരിവേപ്പില തോനെ ഒന്നുകൂടെ വെച്ചോ? ഞാൻ പറയുന്നതാണ്. ഇനി കുരുമുളക് ഇടണ്ടേ? ഇനി കുരുമുളക് മതിയല്ലോ. ഇതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ താങ്കൾ താഴെ കമന്റ് ചെയ്യണം. നമ്മൾ അടുത്ത വട്ടം നമ്മൾ ഫുൾ ഫിഷ് ആയിട്ട് വാങ്ങിച്ച് നമുക്ക് ചെയ്യാം. ഉപ്പ് എത്ര വേണം നോക്കണേ.
ഇളക്കണ്ടേടാ നീ? വേണ്ട വേണ്ട, ഒന്നും ചെയ്യണ്ട, അടച്ചു വെക്കത്തേ ഉള്ളൂ. ആണോ? നീ പറഞ്ഞ ഇനി ഒരു കരിവേപ്പിലയും കൂടെ എടുത്ത് ആ വെച്ചതുപോലെ ഇപ്പുറത്തൂടെ നോക്കും. വേറെ പൊടികളൊന്നും ഇടത്തില്ല, ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. കരിവേപ്പില, ഉള്ളിയില്ല, ഒന്നുമില്ല. കോരി ഒഴിച്ചാ മതി, കോരി ഒഴിച്ചാ മതി. ഇത് ഈ മീനിലൂടെ കോരി ഒഴിക്കാൻ മതി. മൂടി ഈ മൂടി ഓക്കെയാണ്, ടൈറ്റ് ആയിട്ടിരിക്കും. മൃദുലേ ഒന്ന് തുറന്ന് നോക്ക് കേട്ടോ, സാധനം കുറച്ചു നേരമായി വെച്ചിട്ട്. ഇങ്ങനെ ഒന്നും ഇടാതെ ഇത്രയും മണം വരുന്നേ. ആ തേങ്ങയുടെ മണം മൃദുല, എന്തും മണം അടി. മാത്രല്ല ആ ഇലയുടെ, മീനിന്റെ, കരിവേപ്പിലയുടെ, പച്ച വെളിച്ചെണ്ണയുടെ ഭയങ്കര മണം ഗൈസ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളാ. തേങ്ങാപ്പാലാണ് മെയിൻ ഗൈസ്, വേറെ ഒന്നുമില്ല. ഓ ഇതിന്റെ മണ്ടയിൽ വെളിച്ചെണ്ണ ഒഴിക്കണോ? ഇത്ര ഇനി വെളിച്ചെണ്ണ വേണ്ട, വെളിച്ചെണ്ണ ആവശ്യത്തിന് നമ്മൾ ഒഴിച്ചു. ആ കളർ ആൻഡ് ടെക്സ്ചർ നോക്ക് ഗൈസ്. ഓക്കേ, ലെറ്റ്സ് ടേസ്റ്റ് അവർ നിർവാണ. യെസ്, നിർവാണ ഉണ്ട്. നമ്മളെ പാവയ്ക്ക തോരനുണ്ട് ഗൈസ്. പാവയ്ക്ക നല്ല അടിപൊളിയായിട്ട് തോരൻ വെച്ചതുപോലെ നാടൻ പാവയ്ക്ക. ഓക്കെ, നമ്മളെ മെയിൻ ഐറ്റം അങ്ങോട്ട് എടുക്കാം. ഫിഷ് നിർവാണ. ഓ മണോ ഗൈസിന്റെ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു മീൻ കൂടെ എടുക്കാല്ലേ? ഓ നമുക്ക് ആദ്യം കപ്പയും ഈ സാധനം കൊടുക്കുന്ന ടേസ്റ്റ് ചെയ്ത് നോക്കണം ഗൈസ്. ചൂട് കേട്ടോ. പിന്നെ ആവോലി പിന്നെ എന്തോ സോഫ്റ്റാന്ന് പറയണ്ടല്ലോ. ഓക്കെ അല്ലേ? ഈ സാധനമാണ് ഇത്ര നാൾ വെക്കാതെ പോയത്. ഞാൻ വിചാരിച്ചു ഈ ഇളക്കാതിരുന്ന ഉപ്പൊന്നും പിടിക്കത്തില്ലായിരിക്കുമെന്ന്. എല്ലാത്തിലും പിടിച്ചു ഗൈസ്. എനിക്കൊന്നും ഇത് വേറെ മീനിലൊന്നും വെച്ച ഇത്ര ശോഭിക്കൂലായിരിക്കും കേട്ടോ. ആവോലി തന്നെ വേണം കേട്ടോ. എനിക്ക് വേറെ അറിയത്തില്ല, വേറെ നെയ്മീനിലൊക്കെ ചെയ്യുമെന്ന് അറിയത്തില്ല. നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യോട്ടോ അറിയാമെങ്കിൽ. കപ്പയും കൊണ്ട് വെച്ച് നമ്മുടെ നിർവാണമായിട്ട് അങ്ങോട്ട് ഇളക്കി അതിൽ നിന്ന് കുറച്ച് മീൻ പിച്ചു. ഓ സോഫ്റ്റ് മീൻ കേട്ടോ. പൊളിയല്ലേ? കാണാൻ ഒരു കളറോ ഒന്നും ഇല്ല സാരം, പക്ഷേ അടിപൊളി ടേസ്റ്റ്. തേങ്ങാപ്പാലില്ല, ചട്ടമ്പിത്തരം എന്നൊക്കെ പറഞ്ഞു. അതിന്റെ മണ്ടേ കയറി കഴിച്ചോണ്ട കളിപ്പാട്ടത്തിന് മണ്ടേ കയറി ആ കപ്പ എടുത്ത് ഈ ഗ്രേവിയിലോട്ടൊന്ന് മുക്കി കഴി. മീൻ അങ്ങോട്ട് പിച്ചേനെ മുകളിലോട്ട് അങ്ങോട്ട് വെക്കുക. ഇനി അങ്ങോട്ട് കഴിക്കുക. സൂപ്പർ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു, നിർവ്വാണമൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടാ. എൻ്റെ പൊന്നോ, അമ്പും കഴിച്ചേട്ടാ. അമ്പുവിന് ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റ് ആയിരുന്നു. എനിക്കൊരു എങ്ങനെ ആയിരിക്കും സംഭവം, ഫ്ലോപ്പ് ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ നല്ല ടേസ്റ്റ് ആണ്. ട്രൈ ചെയ്ത് നോക്കാട്ടോ നിങ്ങൾ. നമ്മളുടെ എന്നും പോയി നമ്മൾ നോർമൽ മീൻകറി കഴിച്ച് ഇതൊരു ഹോട്ടലിലെ റെസ്റ്റോറന്റ് കിട്ടുന്ന ഒരു സ്റ്റൈൽ ഓഫ് മീൻകറി. വണ്ടി ഇതുവരെയായിട്ടും കഴിവിട്ടില്ല കേട്ടോ. വണ്ടി ഇനി ഒന്ന് കഴുകണം. മൃദുലയ്ക്ക് ഞാൻ സർവീസ് സെന്ററിൽ പോകും, വണ്ടി കഴുകും. മൃദുലയുടെ മാഷ അവിടെ വന്ന് മൃദുലെ പിക്ക് ചെയ്യും. മൃദുല പോയി ഡ്രൈവിംഗ് പഠിക്കും. ഞാനും അമ്പൂട്ടിനും സർവീസ് സെന്ററിൽ ഇരിക്കും. അതാണ് ഇപ്പോഴത്തെ പരിപാടി. റോബോട്ടിനെ അറിഞ്ഞ് അതൊരു പരുവായി. അവനും ആരുമില്ല കൂട്ട്, അവന്റെ കൂട്ട് റോബോട്ടാ. റോബോട്ടിന് ആ പാവം എന്ത് അതിന്റെ മോളിൽ ഇരിപ്പ് അതിന്റെ ബ്രെയിൻ എന്തോ അടി കിട്ടി കഴിച്ചാൽ മാപ്പ് മറന്നുപോയത്. അതിപ്പോ എവിടൊക്കെയോ കിടന്ന് ക്ലീൻ ചെയ്യുന്നു. സാധാരണ ഒരു ആദ്യം ഒന്ന് നല്ല അറ്റത്തൂടെ പോയി ഒരു മാപ്പ് വരച്ചിട്ട് പിന്നെ ഇങ്ങനെ ആയിരുന്നു ക്ലീൻ ചെയ്യുന്നേ. ഇപ്പൊ ഇങ്ങനെ പോകും എങ്ങനെയെങ്കിലൊക്കെ ക്ലീൻ ചെയ്യുന്നത്. സത്യം. നമ്മളെ വണ്ടി കൊണ്ടുപോയി. വണ്ടിയിലാണെങ്കിൽ തീരെ അഴിക്കില്ല കൈ. പോയി അമ്പു നമ്മളെ വണ്ടി പോയി. അമ്പുവിന് മീനെയോ പൂച്ചയോ ഒന്നും ഒരു പേടിയില്ല. അതിന്റെ കൂടെ കളിക്കണം. പക്ഷെ അത് അപകടമാ. പിള്ളേർക്ക് സാധാരണ പട്ടിയും പൂച്ചയ്ക്ക് പേടി വരാനുള്ളേ. ചില പിള്ളേർക്ക് പേടിയില്ല കണ്ടാ. അവൻ ഞാൻ അടുത്തോട്ട് കൊണ്ടുപോയപ്പോ ഞാൻ വിചാരിച്ച് കരയൊന്നുമില്ല. അവൻ അതിനൊന്നും പിടിച്ച് ഞെക്കിയാ കൊള്ളാതുണ്ട്. അടുത്തോട്ട് പോടാ തന്നെ മീൻ. അത് അരാപ്പയ്മയുടെ കുഞ്ഞാ. അല്ല ഞാൻ ചുമ്മാ പറഞ്ഞേ. ഇത് സാധാ ഏതോ ചാളയാണോ? ചാളയല്ല, മീൻസ് ഇത് കടൽ ഫിഷ് ആയിരിക്കും. കടൽ ഫിഷിന് ഉപ്പ് വേണ്ടേ അല്ലേ? ഉപ്പുണ്ടല്ലേ ജീവിക്കൂ.
അല്ല അങ്ങനല്ലേ, പച്ചവെള്ളത്തിൽ ചത്തത്തില്ലേ? പിന്നെ ഇത് നല്ല പ്യൂരിഫറുള്ള അപ്പൊ ഇതെന്തൊരു മീനാ? ഫ്രഷ് വാട്ടർ ഫിഷ് ആയിരിക്കും. വെള്ളി മീൻ കണ്ടില്ലേ? വെള്ളി. മണ്ടത്തരങ്ങൾ കഴിഞ്ഞു. ഡ്രൈവിങ്ങിന് പോകുന്നില്ലേ? പൊക്കൂടെ? സാറ് വന്നില്ല. വിളിച്ചു പറഞ്ഞോ? ഇല്ല. പിന്നെ എന്തോ ഇവിടെ കുത്തിയിരിക്കുന്നേ? പൊക്കൂടെ ഒന്ന്. ഞാനും അമ്പോടെ ഇവിടെ ഇരുന്നോളാം. മടിയാണെന്ന് തോന്നുന്നു പോവാൻ വേണ്ടിട്ട്. ഹേ ഗൈസ്, അമ്പൂട്ടൻ്റെ കയ്യിൽ നിന്ന് നല്ല ഉറക്കമായിട്ടോ. ഏതാണ്ടൊരു 3/4 മണിക്കൂറായിട്ട് ഇതിനകത്ത് ഉറങ്ങുന്നുണ്ട്. വല്ല അനക്കമില്ല, നല്ല ഉറക്കം. എൻ്റെ ഈ ഒരു ഇടത്തെ തോട് മൃഗലെപ്പോഴും പറയും, നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പം അവളെ കയ്യിൽ നമുക്ക് ഒരു 3-4 മണിക്കൂറൊക്കെ അടുപ്പിച്ച് ഉറങ്ങിക്കളയും. അപ്പോൾ അവൾ പറയും അവളെ കൈ ഈ സൈഡൊരു വികാരമില്ല, ഒന്നും അറിയാൻ പറ്റുന്നില്ല എന്ന് പറയും. ആ ഒരു സ്റ്റേജ് എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. മുതലിപ്പം വരും, ഡ്രൈവിംഗ് ക്ലാസ് കഴിഞ്ഞ് നമ്മൾ വണ്ടി ആൾറെഡി വാഷിങ് കഴിഞ്ഞുകൊണ്ടിരിക്കുക. ലേറ്റായി ഒരുപാട്. അത്യാവശ്യം നല്ല അഴുക്കുണ്ടായിരുന്നു. നമ്മൾ ട്രിപ്പ് പോയപ്പോൾ കണ്ടവർക്ക് അറിയാം. മുതലേ വന്നിട്ട് വണ്ടിയും കഴുകി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകും. ഗൈസ്, അങ്ങനെ നമ്മളെ വണ്ടിയെ കഴുകി കിട്ടി. ഈ വെട്ട് കേക്ക് എച്ചൊക്കെ നടന്നെടുത്ത് കമ്പി കിടിച്ച് മറിച്ച മാഷിന്റെ കാലിൽ കൂടെ കയറ്റിയാ 5 വട്ടം. ഉടനെ ടെസ്റ്റ് ഉണ്ട് ഗൈസ്. ടെൻഷൻ കാരണം ഞാൻ എന്തെങ്കിലും കാണിക്കാറുണ്ട്. ഇതാണ് വെട്ട് കേക്ക് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് നല്ല സൂപ്പർ സാധനമാണ്. ചായയുടെ കൂടെ ഏറ്റവും ബെസ്റ്റ് സാധനം ഇതാ. ചായ ഇല്ല, ചായ ഭയങ്കര തിരക്കാ അവിടെ. വീട്ടിൽ പോയി ചായ ഇട്ടരാ. പുള്ളിയുടെയും പഴുപ്പുകളൊക്കെ മാറി നിൽക്കണോ. ഉപ്പ് കാണും. ഇന്ന് ഇച്ചിരി മധുരം മുമ്പോട്ടാ. ടേസ്റ്റ് വണ്ടി ക്ലീൻ ആയി ഗൈസ്. കേറിയപ്പോ ഫ്രഷ് പുതിയൊരു വണ്ടി കയറുന്ന ഫീല്. സത്യം. പോവാം ഗൈസ് നേരെ വീട്ടിലോട്ട്. അങ്ങനെ നമ്മളത് വീട്ടിലെത്തി സുഹൃത്തുക്കളെ. മൃദുല ഒരു ചെറിയ പ്രൊമോഷൻ, അതിന്റെ പരിപാടി, ഷൂട്ട് കാര്യങ്ങള്. അമ്പൂട്ടന്റെ പരിപാടി. ഇതേ ഡയപ്പറൊക്കെ എടുത്ത് തറയിട്ടുള്ള കുരുത്തക്കേടുകള്. അവിടെ നിപ്പുണ്ട്, ആശ അവിടെ നിപ്പുണ്ട് കേട്ടോ. അതിന്റെ ഒരു കൂസലുകളും ഇല്ല. എന്റെ പാണ്ടയുടെ കഴുത്തിന്ന് വിറ പാണ്ടേ. അനുസരണയുള്ള പച്ച ഇല്ലേ? എടാ അമ്പു, ഒരു മര്യാദ വേണ്ടടാ അമ്പു. എന്തുകൂടാ കുരുത്തക്കേട് അമ്പു നിനക്ക്? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോടാ അമ്പു. അത് വെയിറ്റ് ഉണ്ട് കേട്ടോ. പതുക്കെ. ഏയ് ഇരുന്ന് ആയിട്ട് എല്ലാ സാധനം ടേബിളിന്റെ മണ്ടയിൽ എന്തോ അവൻ ഇരിക്കുന്നതൊന്നും അത്ര അങ്ങോട്ട് താല്പര്യമുള്ള കേസല്ല. ഗൈസ്, ഫിഷ് നിർമ്മാണയിൽ നമ്മൾ കുറച്ചും കൂടി ഗ്രേവി ഒക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തു. തീർന്നു പോയി ഗൈസ്. തേങ്ങാപ്പാൽ മാത്രം വെച്ച് സെറ്റ് ആയില്ല. അപ്പൊ പിന്നെ നമ്മൾ മൃദുല കുറച്ച് ഗ്രേവി ഒക്കെ ഉണ്ടാക്കി അടിപൊളിയാക്കി. അതാ ബ്ലൂം പറയണമെങ്കിൽ വാ. ബ്ലൂം പറയാൻ വേണ്ടി വന്നിട്ടുണ്ടേ. നല്ല കൊച്ച് വാ. ഇത്രയും നല്ല കൊച്ചിനെ ഇവിടെ കിട്ടും. അനുസരണയുള്ള കൊച്ചി. അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതിലുള്ള കിടന്നവരേ ബൈ.